അങ്ങനെ 2013 മുതൽ ആരംഭിച്ച ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ ചർച്ചകൾക്ക് ഇന്ന് പരിസമാപ്തിയാവുന്നു. ഏകദേശം 18 വർഷത്തോളം നടന്ന നിരന്തരമായ ചർച്ചകളും അതിനിടയിൽ ചില ഘട്ടങ്ങളിൽ അത് നിന്നുപോയിട്ടുണ്ട്. ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഈ വ്യാപാര കരാർ യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും ചരിത്ര പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, യൂറോപ്യൻ കമ്മീഷൻ ചെയർമാൻ ഉർസുല, അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് അന്റോണിയോ, ഇവർ ചേർന്നുകൊണ്ടാണ് ഡൽഹിയിൽ ഇന്ന് കരാർ പൂർത്തിയായതായി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇത് ഏത് തരത്തിലാണ് ലോകക്രമത്തെ ബാധിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. നിലവിൽ ഈ കരാറ് ഇത്രയും വേഗത്തിൽ പൂർത്തിയാവാനുള്ള കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അമേരിക്കയുടെ താരിഫ് ഭീഷണികളാണ്. അമേരിക്കയുടെ താരിഫ് ഭീഷണികൾ ഇന്ത്യ നേരിടുന്നു, അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അതുപോലെ തന്നെ നേരിടുന്നുണ്ട്. കാരണം നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെട്ട ആ രാജ്യങ്ങൾക്കെതിരെ പിടിച്ചടക്കലക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഗ്രീൻലാൻഡ് പിടിച്ചടക്കും എന്ന് ട്രംപ് പറയുമ്പോൾ അമേരിക്ക കൂടി പങ്കാളിയായിട്ടുള്ള നാറ്റോ സഖ്യത്തിലെ ഒരു രാജ്യമാണ് പിടിച്ചെടുക്കുകയെന്ന് പറയുന്നത്. അതിനെ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് അമേരിക്കയുടെ നിലപാടുകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെ വലിയ സംശയം ജനിപ്പിച്ചിരിക്കുകയാണ്. നാളെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണശേഖരമുള്ള, ഗോൾഡ് റിസർവ് ഉള്ള രാജ്യമാണ് ജർമ്മനി. ജർമ്മനിയുടെ ഗോൾഡ് റിസർവുകളിൽ ഒരു 37% ഇപ്പോഴും ന്യൂയോർക്കിലാണ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. ആ സ്വർണ്ണശേഖരം അവിടെ നിന്ന് വീണ്ടും ജർമ്മനിയിലേക്ക് തന്നെ മാറ്റണം, യൂറോപ്പിലേക്ക് തന്നെ മാറ്റണം എന്നുള്ള കാര്യം പോലും ജർമ്മനി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാര കരാർ നിലവിൽ വരുന്നത്. ലോകത്തിലെ കച്ചവടത്തിൻ്റെ, ട്രേഡിൻ്റെ 25% കൈകാര്യം ചെയ്യുന്ന പ്രദേശമാണ് യൂറോപ്യൻ യൂണിയൻ. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിൽ വെസ്റ്റ് യൂറോപ്പിൻ്റെ മൊത്തം GDP നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം $45 ട്രില്യൺ. ഈസ്റ്റ് യൂറോപ്പ് കൂടി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് 75-ൽ അധികമാവും. അപ്പോൾ $75 ട്രില്യൺ എക്കോണമിയിലേക്ക് ഇന്ത്യക്ക് ഒരു പ്രവേശനം ലഭിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ വ്യവസായങ്ങളെയും അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളെയെല്ലാം സഹായിക്കും. അപ്പോൾ ഇതിന് പകരമായിട്ട് വരുന്നത് യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഇറക്കുമതികളിൽ വലിയ തോതിലുള്ള തീരുവ കുറവ് വരുന്നുണ്ട്. പ്രധാനമായിട്ടും യൂറോപ്യൻ വാഹനങ്ങളിലാണ്, കാറുകളിലാണ് അത് വരുന്നത്. ഇപ്പോൾ ഏകദേശം 110% ഉള്ളത് ഇപ്പോൾ ഉടനെ തന്നെ 40% കുറയുകയും അത് ഘട്ടം ഘട്ടമായി 10% എത്തിക്കുകയും ചെയ്യും. ഇന്ത്യക്കാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ് മിക്കവാറും ഇന്ത്യയിൽ നിന്നുള്ള ഫാർമസി ഉൽപ്പന്നങ്ങൾ മുഴുവനായിട്ടും, മരുന്നുകൾ, US ആണ് പ്രധാനപ്പെട്ട ഒരു എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻ. അപ്പോൾ US ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ ഡെസ്റ്റിനേഷൻ മാറിയിട്ട് യൂറോപ്പിലേക്ക് ഇത് കയറ്റുമതി ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ, സമുദ്ര ഉൽപ്പന്നങ്ങൾ എല്ലാം കൂടുതലായി യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്നത് ഇന്ത്യയിലെ കാർഷിക രംഗം അതുപോലെ തന്നെ വ്യവസായ രംഗത്തെയും കുറേ കൂടി പോസിറ്റീവായിട്ട് ഉള്ള ഫലങ്ങൾ സൃഷ്ടിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ കരാറിന് വലിയ ചരിത്രപരമായ പ്രാധാന്യമാണുള്ളത്. അമേരിക്ക എന്ന് സൃഷ്ടിച്ചിരിക്കുന്ന, US സൃഷ്ടിച്ചിരിക്കുന്ന ഏകധ്രുവ ലോകത്തിലെ പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളികൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ്. ആ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയുമായിട്ട് നേരിട്ട് കരാറിൽ ഏർപ്പെടുന്നു. അതുപോലെ തന്നെ ഇനിയിപ്പോൾ മറ്റ് രാജ്യങ്ങളുമായിട്ട്, ഇപ്പോൾ റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും ഒക്കെ തന്നെ നേരിട്ടുള്ള കരാറുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ US-ൻ്റെ വ്യാപാര രംഗത്തെ നില പരുങ്ങലിലാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളും കയറ്റുമതി ചെയ്യാൻ സാധിക്കും. യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ഉപരോധം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ ക്ഷാമം നേരിടാവുന്ന അസംസ്കൃത വസ്തുക്കൾ
ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് യൂറോപ്പിലെ വ്യവസായശാലകൾക്ക് വലിയ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ഇന്ന് തീരുമാനമാക്കപ്പെട്ടിരിക്കുന്ന ഉടനെ തന്നെ നിലവിൽ വരാൻ പോകുന്ന ഇൻഡോ യൂറോപ്യൻ വ്യാപാര കരാർ ലോക സമ്പദ് വ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തുകയും അതുപോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരു പുതിയ വലിയ വിപണി തുറന്ന് കിട്ടുകയുമാണ്. പൊതുവേ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിലോ അതുപോലെ തന്നെ ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിലോ അത്രത്തോളം ഫെമിലിയർ അല്ല, അത്ര പരിചിതമല്ല. അപ്പോൾ ഇന്ത്യയിലെ നിർമ്മാണ കമ്പനികൾക്ക് ഒരു വലിയ മാർക്കറ്റ് തുറന്നു കിട്ടുകയാണ്. അതുപോലെ തന്നെ ഇന്ന് അമേരിക്കയുടെ കൈവശമുള്ള ഇന്ത്യയിലെ മാർക്കറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ കമ്പനികൾക്ക് തുറന്നു കിട്ടുകയാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കും, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനാവുക.